വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമയം രാവിലെ 6:13. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ നൈസ് റോഡിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഊട്ടിയിലേക്കാണ്. കുറേയധികം ഗ്രൂപ്പ് റൈഡുകൾക്കൊക്കെ ശേഷം നമ്മൾ ഇന്നൊരു സോളോ റൈഡ് ഫൈനലി പോവുകയാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ സോളോ റൈഡ് പോകുന്നത്. ശരിക്കും ഞാനിപ്പോൾ നാട്ടിലോട്ടാണ്. എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂട്ടിലൂടെയൊക്കെ പോയി നാട്ടിലോട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ് ഇരുന്നത്. ആദ്യമേ എൻ്റെ പ്ലാൻ വയനാടായിരുന്നു. അത് ഞാൻ പിന്നെ വയനാട് മാറ്റി തിരിച്ചു വരുമ്പോൾ വയനാട് വഴി വരാൻ ചെറിയൊരു പ്ലാനുണ്ട്. ഊട്ടിയിൽ ഞാൻ കോമൺ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നും കവർ ചെയ്യുന്നില്ല. ഊട്ടി പോയിട്ട് നമുക്ക് കിന്നക്കോരയൊക്കെ കാണുന്നുണ്ട്. കുറേ നാളായി കിന്നക്കോര റൈഡ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ കിന്നക്കോര പോകുന്നുണ്ട്. പിന്നെ കോടനാട് വ്യൂ പോയിൻറ്റിൻ്റെ ഏർലി മോർണിംഗ് ആ ഒരു രാവിലത്തെ വ്യൂ കാണാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ പോകുന്നത്. അതുകൊണ്ട് അതിനടുത്ത് തന്നെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്നാലും വഴിയെ നമുക്ക് വീഡിയോയിൽ കാണാം. ഇപ്പോൾ നമുക്ക് വലിയ അധികം ലൈറ്റ് ഇല്ല. അതുകൊണ്ട് ഞാനിനി കുറച്ചുകൂടെ നേരം വെളുത്ത് സൂര്യനൊക്കെ ഉദിച്ചതിന് ശേഷം ഞാൻ ക്യാമറ ഓൺ ചെയ്യാം. ഓക്കെ, യെസ്, നേരം വെളുത്തു, സൂര്യൻ അവിടെ ഉദിച്ച് നിൽപ്പുണ്ട്. നേരം വെളുത്തിട്ട് കുറേ അധികമായി കേട്ടോ. സമയം ഇപ്പോൾ 7:12. നമ്മളിപ്പോൾ ഉള്ളത് മൈസൂർ റോഡിലാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് എക്സ്പ്രസ് വേ. മുമ്പ് പറഞ്ഞ പോലെ ബൈക്ക് നമുക്ക് അതിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ സർവീസ് റോഡിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് മൈസൂർ റോഡിലുള്ള വീണ്ടും കാണിക്കുന്നില്ല. വെച്ചാൽ നമ്മുടെ കൂർഗ് വീഡിയോയിൽ ഓൾറെഡി ഞാൻ ഈ റൂട്ട് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റൈഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാം. അതായത് നമ്മുടെ റൂട്ടാണ് മെയിൻ. അപ്പോൾ ഇവിടുന്ന് നേരെ മൈസൂരിൽ നിന്ന് നമ്മൾ മസനഗുഡി വഴിയാണ് ഊട്ടിക്ക് പോകുന്നത്. 2 വഴിക്ക് നമുക്ക് ഊട്ടിക്ക് പോകാം. ഒന്നെങ്കിൽ കൂടല്ലൂർ വഴി പോകാം, മറ്റൊന്ന് മസനഗുഡി വഴി ഊട്ടി. മസനഗുഡി വഴി ഊട്ടി കുറച്ചും കൂടെ ഒരു സീനിക്കായിട്ടുള്ള റൂട്ടാണ്. ഞാൻ കുറേയധികം വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറേ നാളായിട്ട് ഇങ്ങനെ ടെംപ്റ്റിംഗ് ആയിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ മസനഗുഡി വഴി ഊട്ടിക്ക് പോവാണ് ഇന്ന്. നമ്മൾ മൈസൂർ എത്തറായി. മൈസൂർ സിറ്റിയിലേക്ക് ഇവിടുന്ന് 7 കിലോമീറ്ററേ ഉള്ളൂ. ഈ സിഗ്നലിൽ നിന്നാണ് ആക്ച്വലി നമ്മളന്ന് മടിക്കേരി പോയപ്പോൾ ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോയി. അപ്പോൾ ഊട്ടിക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് കാണിക്കുന്നത്. നമ്മളിനി എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തുന്നുണ്ട്. നമ്മൾ ഈ ഒരു ജംഗ്ഷനിലോട്ട് വന്നു. ഇതാണ് മൈസൂർ സിറ്റി കഴിഞ്ഞ ഒരു മെയിൻ ഒരു ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് എല്ലാ സ്ഥലത്തേക്കും തിരിഞ്ഞു പോകുന്നത്. ഇവിടുന്ന് മൈസൂർ എയർപോർട്ടാണ് കേട്ടോ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. മൈസൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്നാലും റീഫില്ല് ചെയ്തേക്കാം, ഫുൾ അടിച്ചിട്ട് പോയേക്കാം. അരപ്പൂപ്പ് നിൽപ്പുണ്ട്. എന്തെങ്കിലും കാശ് കൊടുക്കേണ്ടി വരുമായിരിക്കും. കുഴപ്പമില്ല, നല്ലൊരു കാര്യത്തിനല്ലേ. എന്നാൽ പിന്നെ നമുക്കിനി സൂര്യകാന്തി പാടത്തിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണാം. എനിക്കൊന്ന് ഇവിടെ മാത്രമേ ഉള്ളൂ സൂര്യകാന്തി പൂ ഇങ്ങനെ പൂത്തിക്കുന്നുള്ളതെന്ന് തോന്നുന്നു. ഇത് സീസൺ ടൈം അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ അധികം കാണാൻ പറ്റത്തില്ല. ഇവിടെ ഒരു അപ്പൂപ്പൻ നിൽപ്പുണ്ട്. വരുന്നവരുടെ കയ്യിൽ നിന്ന് 20 രൂപയാണ് അദ്ദേഹം ചാർജ് മേടിക്കുന്നത് ഫോട്ടോ എടുക്കാനൊക്കെ. പുള്ളിക്കൊരു വരുമാനം. വഴിയെ പോകുന്നവർക്ക് ചെറിയൊരു ഫോട്ടോ സെഷൻ അത്രയേ ഉള്ളൂ. എന്നാലും കൊള്ളാം. ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇനി നമ്മൾ നേരെ ഊട്ടി 59 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ വളരെ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു സൂര്യകാന്തി പൂക്കളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുള്ളത്. അതങ്ങനെ ഇന്ന് നടന്നു.
ഓക്കെ, ബൈക്കിന് എൻട്രി ഫ്രീ ആണ്. വെഹിക്കിൾ പാർക്കിംഗ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഇൻസൈഡ് ദ നാഷണൽ പാർക്ക്. വണ്ടി നിർത്തിയാൽ 1000 രൂപ ഫൈനാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് കടന്നു. ഒരു പച്ചപ്പൊന്നും ഇല്ല കേട്ടോ, ഇതിപ്പം ഡിസംബറിലേ ആയിട്ടുള്ളൂ. ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, ഇവിടെ കുറേ കോട്ടേജുകളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവരുടെ വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു അടിപൊളി റെസ്റ്റ് ഏരിയയാണ്. നമുക്കിവിടെ നിർത്താൻ പറ്റുമോ എന്നറിയത്തില്ല. ഇതിൻ്റെ പുറകിലൊക്കെ ആനിമൽ സെറ്റിംഗ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുള്ളതാണ്. കുറേ അധികം കോട്ടേജസ് ഉണ്ട്. ഇതെങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. എനിക്കെന്തോ ബന്ദിപ്പൂർ ടൈഗർ റിസോർട്ട് .com എന്നോ അതോ നാഗർഹോള ടൈഗർ റിസോർട്ട് .com അങ്ങനെ എന്തോ വെബ്സൈറ്റാണ്. അതിൽ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അധികം ചാർജൊന്നും ഇല്ല കേട്ടോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ ആണ്. ഇതിനകത്തൊരു പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ടല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകളെ കാണാൻ കഴിയുന്നത്, നല്ല ആനകളുടെ എന്താ പറയുന്നത്, എണ്ണം കൂടുതലുള്ള ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആന മാത്രമല്ല, ലെപ്പേർഡ്, അതായത് പുള്ളിപ്പുലി, ഏകദേശം 200-ലധികം പുള്ളിപ്പുലികൾ. രാത്രി 9-നും 6-നും ഇടയ്ക്ക് ഇവിടെ ക്ലോസ്ഡ് ആണ്. വിസിറ്റ് അഗെയിൻ കർണാടക സ്റ്റേറ്റ്. യെസ്, നമ്മൾ കർണാടകത്തിൽ നിന്ന് കടന്നു. ഇനി നേരെ തമിഴ്നാട്. ഇപ്പോൾ ബന്ദിപ്പൂരാണ് കഴിഞ്ഞത്. ഇനി നമ്മൾ ഇതേതാണ് നമ്മുടെ മുതുമല ടൈഗർ റിസർവ്. അങ്ങനെ മുതുമല ടൈഗർ റിസർവിലേക്ക് കയറുവാണ്. ഈ ഒരു പാലാണ് കേട്ടോ എനിക്കൊന്ന് ബോർഡർ. பைக் போகலாமா? ഫുൾ ചെക്കിംഗ് ആണ് കേട്ടോ. എല്ലാ വണ്ടി നിരത്തി പിടിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇല്ലീഗൽ ഐറ്റംസ് ഒക്കെ ആയിട്ട് വരുന്നവർ സൂക്ഷിച്ചുക. നല്ല റോഡ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്കൊന്ന് ആ ഫോറസ്റ്റിൻ്റെ ഒരു ഇതിലും മാറ്റം വന്നിട്ടുണ്ട്. മറ്റേത് നല്ല കുറച്ചൊരു വരണ്ടുണങ്ങിയതാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടെ പച്ചപ്പുണ്ട്. മുതുമലയിലേക്ക് കയറിയപ്പോഴത്തേക്കും നല്ല അടിപൊളി റോഡ്, ഒരു രക്ഷയില്ല. നല്ല കിടിലൻ റോഡ്. പുതിയ എനിക്കൊന്ന് അടുത്തിടയ്ക്ക് വല്ലതും ടാർ ചെയ്തായിരിക്കണം. നല്ല കിടിലനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ ചുറ്റുപാട് നോക്കിക്കൊണ്ട് പോയി എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. വീണ്ടും ഇവിടെ കയറിയപ്പോൾ നമ്മൾ കുറേ മാനുകളെ കണ്ടു. അതല്ലാതെ വേറൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. റൈറ്റ് സൈഡിൽ കാണുന്ന മോയാർ റിവറാണ്. ഇതിൽ മുതലുണ്ടെന്നൊക്കെ അവിടെ വാണിംഗ് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ കാണുമായിരിക്കും, അല്ലാതെ ചുമ്മാ വാണിംഗ് വെക്കത്തില്ലോ. പക്ഷേ കുറച്ച് ചേച്ചിമാർ അവിടെ അലക്കുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ മുതുമലയെ വിട്ടെന്ന് തോന്നുന്നു. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഇനി വല്ലതും ചാടി വരുന്നുണ്ടോ? അതെന്താണെങ്കിലും കലക്കി.
ഇല്ലല്ലോ, ഇല്ല സ്ട്രൈറ്റാ. ആ ഇതാണ് കേട്ടോ മസിനഗുഡി. ഊട്ടിക്ക് ഇവിടുന്ന് 29 കിലോമീറ്റർ. ആ മസിനഗുഡി ഞാൻ വിചാരിച്ചല്ല, അത്യാവശ്യം ചെറിയൊരു ടൗൺ ആണല്ലോ. എനിക്കത് ഫ്രണ്ടിൽ കാണുന്ന ഈ കുന്നൊക്കെ ആയിരിക്കും നമ്മൾ കയറാൻ പോകുന്നത് മിക്കവാറും. നമ്മൾ മസിനഗുഡിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചിങ്ങ് വന്നപ്പോഴത്തേക്ക് ഒരു ചായക്കട കണ്ടപ്പോൾ നിർത്തിയതാണ്. ഒരു കിടില ലൊക്കേഷൻ കേട്ടോ, ഫ്രണ്ടിൽ മലയൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ നിർത്തിയപ്പോൾ എനിക്കൊരു റൈഡിങ് പാർട്ട്ണറെ കിട്ടി. പുള്ളി ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ്, പക്ഷേ ഒറിജിനൽ ഫ്രം മഹാരാഷ്ട്ര. പുള്ളി ഊട്ടിക്കാണ്. അപ്പോൾ ഇനി നമുക്കിനി ഇവിടുന്ന് ഊട്ടിക്ക് ഒരു കമ്പനിയുണ്ട്. ഒക്കെ കണ്ടപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സാധാരണ നമ്മൾ വലിയ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ കണ്ടിട്ട് പോകുമ്പോഴത്തേക്കും ഒടുക്കത്തെ നിരാശയായിരിക്കും ഫലം. പക്ഷേ ഇതൊരു രക്ഷയില്ല കേട്ടോ. ചുമ്മാ കിടുക്കാച്ച് റൂട്ട്. ഈ ഒരു പാലാണ് നമ്മൾ കുറേ ഇൻസ്റ്റാഗ്രാം വീഡിയോസിൽ കണ്ടിട്ടുള്ളത്. പറയുന്ന പോലെയല്ലോ, കിടില സാധനമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടാണ് കുറച്ച് വീഡിയോസ് എടുത്തത്. ഓ ഒരു അടിപൊളി ലൊക്കേഷൻ. നമ്മൾ ഹെയർ പിൻ ബെൻസ് കയറാൻ തുടങ്ങും. ഏകദേശം 30-36 ഹെയർ പിൻ ബെൻസ് ഉണ്ട്. ഈ പിള്ളേരെ ഇങ്ങനെ ഈ സൺറൂഫ് തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ചെയ്യരുത് എന്നൊന്നും അറിയാത്തവരാണോ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഹെയർ പിൻ ബെൻഡ് 36, 35. ആഹാ, ഗൈസ് ഇതൊരു 1.5 ഘാട്ട് റോഡാണ് കേട്ടോ, ഒരു രക്ഷയില്ല മോനെ. ഹെയർ പിൻ ബെൻഡ്, നല്ല കയറ്റം, നല്ല കിടിലൻ കോമ്പിനേഷൻ. ഇപ്പോൾ കുറേശ്ശെ ഒരു തണുപ്പൊക്കെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ താഴെ നിന്നപ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് ചൂടായിരുന്നു. ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. എനിക്കത് നിൽക്കുമ്പോഴാണ് തോന്നുന്നു പ്രശ്നം. ഇപ്പം വലിയ സീനില്ല, വണ്ടി ഓടിക്കുമ്പം വലിയ സീനില്ല. ഇപ്പോൾ അത്യാവശ്യം തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല ഹോം സ്റ്റേകളും ഹട്ടുകളൊക്കെ ഉണ്ട്. അത് കറക്റ്റ് ആ വ്യൂ, വാലി വ്യൂ വരുന്ന രീതിയിലാണ്. നമ്മൾ 14ാമത്തെ ഹെയർ പിൻ ബെൻഡായി കേട്ടോ. 14, മൊത്തം 36 ഹെയർ പിൻ ബെൻഡ്സ് ആണുള്ളത്. 14, 13. യെസ്, നമ്മൾ ഓൾമോസ്റ്റ് മേളിലെത്താറായി. 11 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഊട്ടി സെൻറ്ററിലോട്ട്. നമ്മൾ ഏകദേശം മുകളിലെത്താറായെന്ന് തോന്നുന്നു. ഹെയർ പിൻ ബെൻഡ് 3 കഴിഞ്ഞു, ഈ 2 കൂടെ ഉള്ളൂ. എൻ്റെ മോനെ, മുകളിലെത്തിയപ്പോഴുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ചെറിയ പൂമ്പാറ വൈബൊക്കെ കിട്ടുന്നുണ്ട് ആ സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്കും.
അങ്ങനെ മലയെല്ലാം കയറി മേളിൽ വന്നു. ഇതിനൊക്കെ ഊട്ടിക്ക് ഏകദേശം 6 കിലോമീറ്റർ സംതിങ് ഉള്ളൂ. 6 കിലോമീറ്റർ 6 താഴെയുള്ളൂ. എന്നാലും മസനഗുഡി വഴിയുള്ള യാത്ര ഒരു രക്ഷയിലായിരുന്നു. പോളി സാധനം. ഗൈസ്, നമ്മളങ്ങനെ ഊട്ടിപ്പട്ടണം എത്തിയിരിക്കുകയാണ്. ഹോട്ടലിലേക്ക് ഇവിടുന്ന് 4 കിലോമീറ്റർ ഉണ്ട്. കോയമ്പത്തൂർ അങ്ങോട്ടാണ് കേട്ടോ, 83 കിലോമീറ്റർ. കോത്തഗിരിക്ക് ഇവിടുന്ന് 27 കിലോമീറ്റർ ഉള്ളൂ. ഓ ഗൈസ്, കോട വന്നു ഗൈസ്. സമയം എത്ര? 2 മണി ആയിട്ടേ ഉള്ളൂ. ടൂലിപ്സ് ഇവിടെ കുറേ ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ റൂം. വാലി വ്യൂ റൂംസ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ വാലി. തരക്കേടില്ല. അപ്പോൾ ഇനി അടുത്ത പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് ഫ്രഷപ്പ് ആയിട്ട് പുറത്തോട്ട് ഇറങ്ങാതിരിക്കുകയാണ്. റൂം ഒരു ആവറേജ് ടൈപ്പ് റൂമാണ്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ വലിയ തരക്കേടില്ല. സോ നമ്മളിവിടുന്ന് ഷൂട്ടിംഗ് പോയിൻറ്റിലോട്ട് പോകണേ. അതാണ് അടുത്ത പ്ലാൻ. 3:20 അപ്പോൾ തൽക്കാലം നമുക്ക് ഷൂട്ടിംഗ് പോയിൻ്റൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മൾ പരിചയപ്പെട്ട പുള്ളി ഒരു ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഗോസ്റ്റ് ടോപ്സ് എന്ന് പറഞ്ഞൊരു ഹോസ്റ്റൽ ചെയിൻ ഉണ്ട്, നമ്മുടെ ഈ ഹോസ്റ്റൽ പോലെയൊക്കെ തന്നെ. അപ്പോൾ പുള്ളിക്കാരൻ അവിടെയാണ്. ഞാനിപ്പോൾ പോയി കണ്ടു. നല്ല അടിപൊളി സെറ്റപ്പാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പ്രോപ്പർട്ടിയാണ്. ബജറ്റ് ഫ്രണ്ട്ലിയാണ്. നിങ്ങളിപ്പോൾ 4 പേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോർമെറ്ററി ഫുള്ളായിട്ട് തന്നെ എടുക്കാം, 4 ബെഡിൻ്റെ. നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തി. അപ്പോൾ ഞങ്ങളിനി ഇവിടെ നിന്ന് അകത്തോട്ട് പോകണം. എനിക്കൊന്ന് ടിക്കറ്റ് എടുക്കണം തോന്നുന്നു. ആന വണ്ടി. ഷൂട്ടിംഗ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഇപ്പോഴാണ് ഇറങ്ങിയത്. 1-2 സ്ഥലം പോകണമെന്ന് പറഞ്ഞ് പോയിട്ട് ഫുൾ ഡേ അല്ല, 4 മണി തൊട്ട് ഇതുവരെ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവിടെ തന്നെ കുറേ സംസാരിച്ചൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നൊരു മാഗിയും ഒരു ചായയൊക്കെ കുടിച്ച്. അപ്പോൾ നല്ല തണുപ്പായിട്ടുണ്ട്. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് 17 ഡിഗ്രിയാണ്. ഞങ്ങളിങ്ങനെ പയ്യെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പാണ്. ഇന്നിനി വേറെ പരിപാടികളൊന്നുമില്ല. നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് പോവുക, ഡിന്നർ കഴിക്കുക, കിടന്നുറങ്ങുക. നാളെയാണ് നമ്മൾ കിന്നക്കോരയ്ക്ക് പോകുന്നത്. അതിന് മുമ്പ് കിന്നക്കോരയ്ക്ക് പോകുന്നതിന് മുമ്പ് റൂട്ടൊക്കെ ഒന്ന് നോക്കി വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ ഊട്ടി റൈഡിൻ്റെ ഡേ 1 വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ കിന്നക്കോര റൈഡിൻ്റെ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.